ഇന്ന് ഞാനിവിടെ നല്ലൊരു അവിയലാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് കിട്ടിയ വെജിറ്റബിൾസൊക്കെ വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഞങ്ങൾക്കിവിടെ ലഭിക്കാറില്ല. അതുകൊണ്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ രീതിയിൽ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. നിങ്ങളിതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. നമുക്കിനി അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന വഴുതനങ്ങ, അതിനുശേഷം മത്തങ്ങ, അതിനുശേഷം ഞാൻ ലോക്കിയാണ് ഇട്ട് കൊടുത്ത്. കുമ്പളങ്ങ ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് ലോക്കിയാണ് ഇട്ട് കൊടുത്ത്. അതോടൊപ്പം കാച്ചിൽ ചേർത്ത് കൊടുത്തു, കായ ചേർത്ത് കൊടുത്തു, ക്യാരറ്റ് ചേർത്ത് കൊടുത്തു, പയർ, അതിനോടൊപ്പം തന്നെ മുരിങ്ങയ്ക്ക അവിയലിന് സ്പെഷ്യലാണല്ലോ, മുരിങ്ങയ്ക്ക വേണം. ഈ സമയത്ത് മുരിങ്ങയ്ക്ക ഇഷ്ടം പോലെ കിട്ടും, അതുകൊണ്ട് മുരിങ്ങയ്ക്ക കിട്ടി. പിന്നെ ബാക്കി ചേരുവകളൊന്നും കിട്ടിയില്ല. ചേന അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല, കുമ്പളങ്ങ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ലോക്കി ചേർത്തത്. ലോക്കി അല്ലെങ്കിൽ ചുരയ്ക്ക. അതോടൊപ്പം തന്നെ മഞ്ഞൾ ചേർത്തു, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം കറിവേപ്പിലയും പിന്നെ 3-4 പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അവിയലുണ്ടാക്കുമ്പോൾ നമ്മളധികം വെള്ളം ചേർക്കാൻ പാടില്ല. അല്പം മാത്രം വെള്ളം, ഈ വെജിറ്റബിൾസ് ഒന്ന് വേകാൻ വേണ്ടി മാത്രം വെള്ളം ചേർക്കുക. ഒത്തിരി വെള്ളം ചേർത്താൽ പിന്നെ അത് അവിയൽ വരുവായിപ്പോൾ നമ്മൾ പറയാറില്ലേ, അവിയൽ കുറച്ച് വെള്ളം കുഴഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളെപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ അല്പം മാത്രം വെള്ളം, കുറഞ്ഞതൊരു 3-4 സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് മതി. ഇത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. തേങ്ങാക്കൂട്ട്, അതിനായി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഏറെ എടുത്താലും കുഴപ്പമില്ല, ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. എത്ര തേങ്ങ ചേർത്താലും അത്രയും നല്ലതാണ്. അതോടൊപ്പം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു, ജീരകം, പിന്നെ പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുത്തുള്ളൂ. ആദ്യം പച്ചമുളക് ചേർത്തത് കൊണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഞാനിതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടി. ഇത്രയും മാത്രം വെള്ളമേ പാടുള്ളൂ. വെള്ളം മൊത്തം പറ്റി ഉണ്ടാവും, വെള്ളം തീരെയില്ല. ഇനി ഇത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞിരിക്കും. പിന്നെ ഇനി നമുക്ക് ചതച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മലയാളികൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടൊന്നും ഉള്ള ഒന്നാണല്ലോ അവിയൽ. പിന്നെ ഞങ്ങൾക്കിവിടെ ചേനയൊന്നും കിട്ടത്തില്ല, ചേനയൊക്കെ മെയിനാണ്. പക്ഷേ അതുപോലെ ഏത്തയ്ക്ക അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായം കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അല്പം തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. തൈര് ചേർത്ത് അധികം ഉടഞ്ഞു പോകാതെ തന്നെ നമ്മൾ ഇത് ഇളക്കിയെടുക്കണം. മുരിങ്ങയ്ക്കയൊക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം അങ്ങ് കലങ്ങിപ്പോകും അവിയലിനകത്ത്. ഞാൻ അത്രയും വെള്ളം പറ്റിച്ചെടുത്തിട്ടും ഇതിൽ തൈര് ചേർത്തപ്പം കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ചേരുവയായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കുക.